എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 8-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ടെസ്റ്റാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളൊരു അധ്യാപകനാകണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് യോഗ്യത കൂടിയേ തീരുകയുള്ളൂ. സോ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കാറ്റഗറി 1-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ടാലന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതായത് 1499 എന്ന ഓഫർ പ്രൈസിൽ, അതായത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഓഫർ പ്രൈസിൽ നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാവുന്നതാണ്. 2999 ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ 1499 രൂപയ്ക്ക് സ്വന്തമാക്കാം. സോ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടും അതുപോലെ തന്നെ 300 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകളും മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനും അതുപോലെ തന്നെ SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും ഒക്കെ, അതായത് ന്യൂ ആൻഡ് ഓൾഡ് SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും ഒക്കെ തന്നെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാലിഡിറ്റി എന്ന് പറയുന്നത് തന്നെ ലൈഫ് ടൈം, അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ എത്തുന്നത് അതുവരെ നിങ്ങൾക്ക് അതിന്റെ വാലിഡിറ്റി ലഭിക്കുന്നതാണ്. ദെൻ വീഡിയോസ് ആയാലും അതിന്റെ നോട്ടുകളായാലും ഒക്കെ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് നിയമിതനാകുന്നത് ആരെന്നാണ്. അപ്പോൾ എന്താണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് നിയമിതനാകുന്നത് ആര് എന്നാണ്. വളരെ എളുപ്പമാണ് ഓർത്ത് വയ്ക്കാൻ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 2025 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത്. അത് കിട്ടുന്ന രണ്ടാമത്തെ മലയാളി, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ഇതൊക്കെ ആരാണ്, മോഹൻലാലാണ്. അത് മാത്രമാണോ, ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നതും ആര് തന്നെയാണ്, മോഹൻലാൽ തന്നെയാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, മോഹൻലാൽ തന്നെയാണ്. അതും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞത് KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. അപ്പോൾ KSRTC പറഞ്ഞില്ലേ ഗതാഗത വകുപ്പ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്, നിലവിലത് ഗണേഷ് കുമാറാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഗോസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരെന്നാണ്. അത് അമിതാഭ് ഘോഷ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് 54ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ഗോസ്റ്റ് ഐ എന്ന നോവലിന്റെ രചയിതാവ് അമിതാഭ് ഘോഷ് ആണ്. അദ്ദേഹം 54ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കുറച്ച് നോട്ടിഫിക്കേഷനുണ്ട്, ടൈപ്പിസ്റ്റ് പോലുള്ള നോട്ടിഫിക്കേഷനുകൾ. സോ LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റിന്റെ LD ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്ന, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, മെന്റർ സപ്പോർട്ട് ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 699 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ചാൻസ് എന്തായാലും മിസ്സാക്കണ്ട. അപ്പോൾ ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പർവ്വത തുരങ്കം പൽഹാറിൽ എന്ത് ചെയ്യുന്നു, പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രോജക്ട് അഥവാ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയും ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പർവ്വത തുരങ്കം, അതായത് മൗണ്ടൈൻ ടണൽ 5 എവിടെ, പാൽഘറിൽ എന്ത് ചെയ്തു, മഹാരാഷ്ട്രയിലെ പാൽഘറിൽ എന്ത് ചെയ്തു, പണി പൂർത്തിയായി എന്നുള്ള കാര്യം നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ്. ദെൻ ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ, അത് ജപ്പാനാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, രത്തൻ മഹൽ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് രത്തൻ മഹൽ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേര് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്താണ് അതിന് വന്ന വാർത്താ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വന്യജീവി സങ്കേതത്തിൽ റീസെന്റ് ആയിട്ട് കടുവയെ കണ്ടെത്തി എന്നുള്ള കാര്യം ഓർക്കുക. അതായത് 33 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ഗുജറാത്തിൽ കടുവയെ കണ്ടെത്തി. അതോടുകൂടി എന്താണ്, കടുവയുള്ള സ്റ്റേറ്റ് ആയിട്ട് വീണ്ടും ഗുജറാത്ത് മാറുകയാണ്. സോ രത്തൻ മഹൽ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ അടുത്തിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട രത്തൻ മഹൽ വന്യജീവി സങ്കേതം ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് പറയണം, ഗുജറാത്തിലാണ്.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ IPL-ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശ് താരമായ മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കിയ കാര്യം പറഞ്ഞു അല്ലെ. അപ്പോൾ അതിന്റെ ഒരു കണക്ഷൻ പോയിന്റ് ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അതായത് അടുത്തിടെ IPL ടൂർണമെന്റിന്റെ സംപ്രേക്ഷണം വിലക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആണ്. അതായത് റീസെന്റ് ആയിട്ട് നമ്മുടെ ബംഗ്ലാദേശും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ച് അത്ര നല്ല രീതിയിലല്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് താരത്തെ എന്ത് ചെയ്തത്, ഒഴിവാക്കിയതും. സോ അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, ബംഗ്ലാദേശ് IPL-ന്റെ സംപ്രേക്ഷണം വിലക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വർഷം അതായത് 2024 ഒരുപാട് ഫോഴ്സ് എക്സാംസ് നടക്കാറുണ്ട് അല്ലെ. ഏതൊക്കെയാ, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫയർമാൻ ആൻഡ് ഫയർവുമൻ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാലന്റ് +2 ലെവൽ റെക്കോർഡ് കോഴ്സ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ +2 ലെവലിനുള്ള എന്താണ് റെക്കോർഡ് കോഴ്സ് ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 300 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, ദെൻ റിവിഷൻ എക്സാമുകൾ, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, SCRT ക്ലാസ്സസ്, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സസ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയല്ലേ. ദെൻ മെന്റർ സപ്പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഇപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അതായത് കോഴ്സിന്റെ ഒറിജിനൽ റേറ്റ് 3999, ഇപ്പോൾ ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. ഞങ്ങളുടെ ഈ റെക്കോർഡ് കോഴ്സുകളൊക്കെ തന്നെ ലൈഫ് ടൈം വാലിഡിറ്റിയിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പർ മറക്കണ്ട, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച കേരള അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻസൺ ജോൺസൺ ആണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഓട്ടം ആ ഒരു മേഖലയിലുള്ള താരമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ 2 നാഷണൽ റെക്കോർഡ് നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് 800 മീറ്റർ, 1500 മീറ്റർ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 2018 ഏഷ്യൻ ഗെയിംസിൽ 2 മെഡൽ, പിന്നെ എന്താണ് ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ 1 മെഡൽ. അപ്പോൾ അങ്ങനെ 3 ഏഷ്യൻ ഗെയിംസിൽ മെഡലുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. സോ അങ്ങനെയുള്ള ജിൻസൺ ജോൺസൺ 2026 ജനുവരിയിൽ എന്ത് ചെയ്തു, വിരമിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് വിഷ്ണു വിനോദ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം ആരാണ്? വിഷ്ണു വിനോദാണ്. ഇനി കുറച്ച് വിയോഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ വിയോഗം എന്ന് പറയുന്നത് 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി, അതായത് VK ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മന്ത്രി അന്തരിച്ചു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇദ്ദേഹം ഇതിനു മുൻപ്, അതായത് 2005 ഇദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മന്ത്രിയാകുന്നത്. അന്ന് ഇദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായ വകുപ്പാണെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തത്, കൈകാര്യം ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ 2011 ഇദ്ദേഹം മന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ 2011 ഇദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്താണ് കേട്ടോ. പൊതുമരാമത്ത് വകുപ്പാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്ക്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വിയോഗം, 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ സംവിധായകൻ, ഇതിന്റെ പേര് ബേല ടാർ എന്നാണ്. അപ്പോൾ ബേല ടാർ എന്ന് പറയുന്ന ഹംഗേറിയൻ സംവിധായകൻ അന്തരിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, 2022 നമ്മുടെ കേരളത്തിലെ IFFKയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, അതായത് 27ാമത് IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഈ പറയുന്ന ബേല ടാർ ആണ്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗം, അതായത് സുരേഷ് കൽമാടി. ഇപ്പോൾ സുരേഷ് കൽമാടി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുടെയൊക്കെ അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ആദ്യം പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം നരസിംഹറാവു മന്ത്രിസഭയിലെ റെയിൽവേ സഹമന്ത്രിയായിരുന്നു 95 to 96 കാലയളവിൽ. അതായത് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക സഹമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന സുരേഷ് കൽമാടിയാണ്. ദെൻ അത് മാത്രമല്ല, ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദീർഘകാലം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഏറ്റവും
പ്രധാനമായിട്ട് പറയാനുള്ളത് ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, പ്രഥമ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്നു 2003 ആ സമയത്ത്. ദെൻ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് 2010 ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. ആ സമയത്തും ഒക്കെ ഈ പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സുരേഷ് കൽമാഡിയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷന്റെയും അതുപോലെ തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒക്കെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സുരേഷ് കൽമാഡി എന്നാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ കമ്പനി മോഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അടിപൊളി റെക്കോർഡ് ക്ലാസ്സുമായിട്ടാണ് ടാലന്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ 999 രൂപയ്ക്ക് 2999 കോഴ്സ് ഇപ്പോൾ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. ന്യൂ ഇയർ പ്രമാണിച്ചാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രിലിംസ് പ്ലസ് മെയിൻസ് റെക്കോർഡാണ് കേട്ടോ. പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ദെൻ ഫുൾ കവറേജ്, സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യും. 200 മണിക്കൂറിലേറെയുള്ള ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, ദെൻ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, SCRT ക്ലാസ്സുകൾ, അതായത് ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, അതിന്റെ സ്റ്റഡി മെറ്റീരിയലുകൾ, ദെൻ അതുപോലെ മെന്റർ സപ്പോർട്ട്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ ഇതെല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നമ്പർ വഴി എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ലിമിറ്റഡ് ഓഫർ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഒന്ന് നോക്കിക്കോളുക. 999 രൂപയുടെ ഓഫറാണ്. കോഴ്സിന്റെ ഒറിജിനൽ പ്രൈസ് 2999 രൂപയാണ്. അപ്പോൾ എന്തായാലും ഈ ഓഫർ മിസ്സാക്കണ്ട. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണല്ലേ. ദെൻ അതിനുശേഷം പറഞ്ഞു എന്താണ് ഗോസ്റ്റ് എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? അമിതാഭ് ഘോഷ് ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യത്തെ പർവ്വത തുരങ്കം പാൽഘറിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ അതിനുശേഷം എന്താണ് രത്തൻ മഹൽ വന്യജീവി സങ്കേതം എവിടെയാണെന്ന് പറഞ്ഞു. ഗുജറാത്തിലാണ്. പറയാനുള്ള കാരണം അവിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. ദെൻ അതിനുശേഷം അടുത്തിടെ IPL ടൂർണമെന്റിന്റെ സംരക്ഷണം വിലക്കിയ രാജ്യം പറഞ്ഞു ബംഗ്ലാദേശ്. ദെൻ അതിനുശേഷം ഒരു താരം വിരമിച്ച കാര്യം പറഞ്ഞു. ഒരു കേരള അത്ലറ്റ്, പേരെന്താണ്? ജിൻസൺ ജോൺസൺ. 800 മീറ്റർ 1500 മീറ്ററുകളിലെ ദേശീയ റെക്കോർഡ് നിലവിൽ അദ്ദേഹത്തിന്റെ പേരിലാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണ്? വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് വിഷ്ണു വിനോദാണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം VK ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മുൻ കേരളത്തിന്റെ മന്ത്രി അന്തരിച്ച കാര്യം പറഞ്ഞു. 2005 വ്യവസായ വകുപ്പും 2011 പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. ദെൻ അതിനുശേഷം ഹംഗേറിയൻ സംവിധായകനായിട്ടുള്ള ബേലാത്താർ അന്തരിച്ച കാര്യവും പറഞ്ഞു. അതിനുശേഷം മറ്റൊരു വിയോഗം പറഞ്ഞത് സുരേഷ് കൽമാഡി കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. ദെൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുരേഷ് കൽമാഡി അന്തരിച്ച കാര്യം പറഞ്ഞു. സോ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച രാജ്യം. ഫ്രാൻസ്, ഓസ്ട്രേലിയ, UAE, റഷ്യ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ്? എളുപ്പമല്ലേ? അത് അരുന്ധതി റോയ്ക്കാണ്. 1997 ബുക്കർ പ്രൈസ് വിന്നറാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണടാ? എറണാകുളമാണ് അല്ലേ. അപ്പോൾ 33% IT സ്റ്റാർട്ടപ്പുകളാണുള്ളത്. ദെൻ നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും ആരോഗ്യ മേഖലയായാലും 20% സ്റ്റാർട്ടപ്പുകളാണുള്ളത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 8 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.